ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു +1 ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്വേത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോംപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് തന്നെ പുതിയ രീതിക്കുള്ള ചോദ്യങ്ങളും നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യണം. സോ പ്രോംപ്റ്റ് റൈറ്റിംഗ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ് പ്രോംപ്റ്റ് റൈറ്റിംഗ്. സോ നമുക്കിത് വിശദമായി തന്നെ പരിചയപ്പെടാം. എങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് എഴുതണം, എന്താണ് പ്രോംപ്റ്റ്, എങ്ങനെയാണ് ഒരു പിക്ചർ തന്നാൽ അതിനനുസരിച്ച് പ്രോംപ്റ്റ് എഴുതാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയുള്ള പിക്ചറാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് പ്രോംപ്റ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സി, എ പ്രോംപ്റ്റ് ഇസ് എ റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ടെൽസ് എൻ AI ടൂൾ എക്സാക്ട്ലി വാട്ട് ഇമേജ് ടു ക്രിയേറ്റ്. ഓക്കെ, അപ്പം നിങ്ങളിൽ പലരും പല AI ടൂൾസും യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെ. ChatGPT, Gemini, അങ്ങനെ പല 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 AI ടൂൾസും നമുക്കിപ്പം അവൈലബിൾ ആണ് അല്ലെ. നമ്മൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് കിട്ടുന്ന, വീഡിയോ കിട്ടുന്ന പല AI ടൂൾസും നമുക്കൊക്കെ അറിയാം അല്ലെ. ഇപ്പൊ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ആണ് ദാറ്റ് ടെൽസ് എൻ AI ടൂൾ എക്സാക്ട്ലി വാട്ട് ഇമേജ് ടു ക്രിയേറ്റ്. ഓക്കെ, ഏത് തരത്തിലുള്ള ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് AI ടൂളിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിട്ടൺ ഡിസ്ക്രിപ്ഷനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് സീൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാമോ അത്രയും നന്നായിട്ട് നമുക്ക് പിക്ചർ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രോംപ്റ്റ്. സോ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റി, പ്രോംപ്റ്റ് റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ വിൽ ബി യൂസിങ് എ സ്റ്റോറി സീൻ ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്ന ജോ തോംസന്റെ സ്റ്റോറി, അതിലൊരു പെർട്ടിക്കുലർ സീന് എടുത്ത് ഓക്കെ അതിനാവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് AI നമുക്കൊരു ഇമേജിങ് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം എത്ര ബെറ്റർ ആയിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുമോ അത്രയും ബെറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ്. ഓക്കെ, നൗ വൈ ലേൺ പ്രോംപ്റ്റ് റൈറ്റിംഗ്? സി, നിങ്ങൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള പഠനശാഖയെ കുറിച്ച് കേട്ട് കാണും അല്ലെ. AI ടൂൾസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് ടെക്നോളജിക്കലി ഡ്രിവൻ ആയിട്ട് നമ്മുടെ വേൾഡ് മാറിയതോടുകൂടി ഇത്തരത്തിലുള്ള പല മേഖലകളും ലൈക്ക് അതിൽ വരുന്ന ജോലി സാധ്യതകളും വളരെ കൂടിയിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ പ്രോംപ്റ്റ് റൈറ്റിംഗ് പഠിക്കുന്നത്? ലെറ്റ് us see, in order to visualize literature. ഓക്കെ, സി, ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനായിട്ടുള്ള സ്റ്റോറി നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതും വിഷ്വലൈസ് ചെയ്ത് സ്ക്രീനിൽ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക? ഉറപ്പായിട്ടും വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ലൈക്ക് ബോർഡിൽ കാണുന്നതായിരിക്കും അല്ലെ. സ്മാർട്ട് ബോർഡിൽ വിഷ്വലൈസ് ചെയ്ത് അനിമേറ്റഡ് ഒക്കെ ചെയ്ത് കാണുവാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിൽ നിൽക്കും, ഇസ്ന്റ് ഇറ്റ്? സോ വിഷ്വലൈസ് ചെയ്യാൻ, ലിറ്ററേച്ചർ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോംപ്റ്റ്സ് വേണം. അതുപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ലിറ്ററസി, ആക്ച്വലി ഈ മോഡേൺ AI ടൂൾസിന്റെ വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം അല്ലെ. അതർവൈസ് വിൽ ബിക്കം ഔട്ട്ഡേറ്റഡ്, ഇസ്ന്റ് ഇറ്റ്? ഇപ്പൊ ഡിജിറ്റൽ ലിറ്ററസിക്ക് വേണ്ടി, സ്ട്രോങ്ങർ റൈറ്റിങ്ങിന് വേണ്ടി, ക്രിയേറ്റിവിറ്റി ബിൽഡ് ചെയ്യുന്നതിനായിട്ട്, ലിറ്ററേച്ചർ വിഷ്വലൈസ് ചെയ്യുന്നതിനായിട്ട് ഒക്കെ നമുക്ക് പ്രോംപ്റ്റ് റൈറ്റിംഗ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയിലോട്ട് പോവാം. സി, ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്രോംപ്റ്റും നമുക്കിവിടെ കാണാം. Okay, so a 19th century English rural landscape with a weathered wooden house on a slightly windy, sultry evening. A kind man is carrying a weak young girl in his arms as he approaches the house. The girl has shabby, unkempt hair and appears physically and mentally exhausted. A soft, gentle glow surrounds both the man and the girl, suggesting compassion and quiet grace.
At the doorway, Mrs. Thompson, wearing a simple apron, stands watching them with anguish and astonishment. The background shows a rustic landscape with muted earthy tones and subtle movement in the air. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പിക്ചർ ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ്. ഓക്കെ, അപ്പൊ പ്രോംപ്റ്റിൽ അത്രമാത്രം വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദമായി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അതുപോലെ വളരെ വിവിഡായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പ്രോംപ്റ്റ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പ്രോംപ്റ്റ് എഴുതുന്ന സമയത്ത് 7 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. See, time period, setting, characters, appearance, emotion, special effects and objects or symbols if any. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പ്രോംപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ടൈം പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടൈം പീരീഡ് മീൻസ് വെൻ ഇസ് ഇറ്റ് സെറ്റ്. ഓക്കെ, നമുക്ക് കിട്ടേണ്ട ആ ഒരു ഔട്ട്പുട്ട് അല്ലെ, ആ ഒരു ഇമേജ്, അതില് നമുക്ക് കാണേണ്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ടൈം പീരീഡ് ഏത് ടൈം പീരീഡ് ആണ്, 19th സെഞ്ചുറി ആണോ അതോ മോഡേൺ പീരീഡ് ആണോ, അത് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം. ഓക്കെ, ആൻഡ് ഓൾസോ വി നീഡ് ടു മെൻഷൻ ദ സെറ്റിംഗ്. സെറ്റിംഗ് എന്ന് പറയുമ്പോൾ വേർ ഡസ് ഇറ്റ് ഹാപ്പൻ, അത് റൂറൽ ലാൻഡ്സ്കേപ്പ് ആണോ, ഓക്കെ, അതോ ലൈക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണോ, സിറ്റി ലാൻഡ്സ്കേപ്പ് ആണോ, ഓക്കെ, എങ്ങനെയുള്ള ടൈമാണ്, ഈവനിങ് ആണോ അതോ മോർണിംഗ് ആണോ. ഇവിടെ സൾട്രി എന്ന് പറഞ്ഞാൽ വളരെ ലൈക്ക് ഹോട്ട് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ളതാ, റെയിനി സീസൺ ആണോ കാണിക്കണ്ടേ, ഓക്കെ, റെയിനി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണോ അതോ മോർണിംഗ് ആണോ. അപ്പൊ അങ്ങനെയുള്ള സെറ്റിംഗ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതുപോലെ ക്യാരക്ടേഴ്സിനെയും നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഹൂ ഇസ് പ്രസന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇമേജ്. ഓക്കെ, ആ ഇമേജ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന സമയത്ത് അതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം കണ്ട ഈ ഒരു പിക്ചറിൽ ആ മാൻ, അതുപോലെ ആ ഗേൾ, അതുപോലെ മിസസ് തോംസൺ അല്ലെ. അപ്പൊ അങ്ങനെ ക്യാരക്ടേഴ്സിനെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി ഈ ക്യാരക്ടേഴ്സിന്റെ അപ്പിയറൻസ് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഹൗ ഡു ദേ ലുക്ക് ആക്ച്വലി. ഓക്കെ, ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, അൺകെംപ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഹെയറിനെ കുറിച്ച് പറഞ്ഞു, അപ്പിയറൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള അപ്പിയറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യണം. ലൈക്ക് വൈസ് their ഇമോഷൻസ്. ഓക്കെ, വാട്ട് ഡു ദേ ഫീൽ എന്നുള്ളത്, അവരുടെ ആ ഒരു ഫേസിൽ എന്തൊക്കെ, ക്യാരക്ടേഴ്സിന്റെ ഫേസിൽ എത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആ വേണ്ടേ, കമ്പാഷൻ ആണോ അവിടെ വരുന്നത്, അതോ അസ്റ്റോണിഷ്മെന്റ് ആണോ, അതോ ആംഗ്വിഷ് ആണോ, അതോ ഹേട്രഡ് ആണോ, അതാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ കം സ്പെഷ്യൽ എഫക്ട്സ്. എന്തെങ്കിലും തരത്തിലുള്ള വിഷ്വൽ മൂഡോ ഗ്ലോവോ അങ്ങനെ എന്തെങ്കിലും വേണോ, അതുകൂടെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോഫ്റ്റ് ഗോൾഡൻ ലൈറ്റ്, ജെന്റിൽ ഗ്ലോ, ഓക്കെ, അങ്ങനെയുള്ള any special effects if needed we can also mention that. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ട്സോ സിമ്പിൾസോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതായത് ഡീറ്റെയിൽസ് ദാറ്റ് ക്യാരി മീനിങ്. ഇപ്പൊ ഈ ഒരു പിക്ചറിന്റെ കേസിൽ ആ ഒരു വെതേർഡ് വുഡൻ ഹൗസ് അല്ലെ, അപ്പൊ അത്തരത്തിലുള്ള ഒബ്ജക്ട്സോ സിമ്പിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമ്മളവിടെ ആഡ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മളിപ്പോ കണ്ടു ഈ തന്ന സീൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ഓൾഡ് മാൻ carrying the exhausted girl home as Mrs. Thompson watches from the doorway. അത്രേ ഉള്ളൂ, അതാണ് സീൻ. ഓക്കെ, അപ്പൊ ആ സീനിനെ ഈ ഒരു 7 എലമെന്റ്സ് വഴി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് പ്രോംപ്റ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഓപ്പൺസ് ദ സീൻ. ആ സീനിൽ ഒരു വെതേർഡ് വുഡൻ ഹൗസ് ഉണ്ട്. ഇറ്റ് ഇസ് വിൻഡി, സൾട്രി ഈവനിങ്. ഇനി അവിടെ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ അപ്പിയറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ആരൊക്കെയാണുള്ളത് അല്ലെ, മിസസ് തോംസൺ ഉണ്ട്, ഓൾഡ് മാൻ ഉണ്ട് അല്ലെ, ജോ തോംസൺ, ഗേൾ ഉണ്ട് അല്ലെ. അവരെങ്ങനെയാണ്, എന്താണ് അവരുടെ അപ്പിയറൻസ് അല്ലെ, ഷാബി ഹെയർ, ഫിസിക്കൽ എക്സോഷൻ, അതൊക്കെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തു. അതുപോലെ അവരുടെ ഇമോഷൻ അല്ലെ, അതായത് അവർ കമ്പാഷൻ ആണോ, ആംഗ്വിഷ് ആണോ, അസ്റ്റോണിഷ്മെന്റ് ആണോ, അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തു. അതുപോലെ ആ സ്പെഷ്യൽ ഇഫക്ട്സും സിമ്പിൾസും അറ്റ്മോസ്ഫിയർ ആഡ് ചെയ്യുന്നതിനായിട്ട് ഓക്കെ, ഒരു സോഫ്റ്റ് ഗ്ലോ, മ്യൂട്ടഡ് എർത്തി ടോൺസ്, ഓക്കെ, സട്ടിൽ മൂവ്മെന്റ്, അതൊക്കെ എന്തിനായിട്ടാണ്, ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കിപ്പം നമുക്ക് തന്ന ഈ ഒരു ചോദ്യം അല്ലെ, അതായത് ഈ തന്ന ഈ ഒരു പിക്ചർ, ഇത് റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്ന പ്രോംപ്റ്റ്, അപ്പൊ ഇത് വായിച്ച് നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ്. സോ അതിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 19th സെഞ്ചുറി ആണ്. സെറ്റിംഗ് എന്ന് പറയുന്നത് റൂറൽ ലാൻഡ്സ്കേപ്പ് ആണ്, സൾട്രി ഈവനിങ് ആണ്.
ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ജോ തോംസൺ ആണ് അല്ലെ, ക്യാരിയിങ് മാഗി. ഇനി മാഗി എന്ന് പറയുന്നത് പാരലൈസ്ഡ് ചൈൽഡ് ആണ്. മിസസ് തോംസൺ വാച്ചിങ് ഫ്രം ദ ഡോർവേ. അങ്ങനെ കൃത്യമായിട്ട് ക്യാരക്ടേഴ്സും അവരുടെ ആ ഒരു മൂവ്മെന്റ്, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. ദെൻ അവരുടെ അപ്പിയറൻസ് ആണ്. ജോ റഫ് വെതേർഡ് വീൽ റൈറ്റ് ആണ്, വർക്ക് വേൺ ക്ലോത്ത്സ് ആണ് ധരിച്ചിരിക്കുന്നത്. മാഗി ആണെങ്കിൽ തിന്നാണ്, പെയിലാണ് അല്ലെ, ആൻഡ് ഷീസ് wrapped in a coarse blanket. ഇനി മിസസ് തോംസൺ ആണെങ്കിൽ ഷാർപ്പ് ഫീച്ചേർഡ് ആണ്, ആംസ് ഫോൾഡഡ് ആയിട്ട് നിൽക്കുന്നു അല്ലെ. ആ ഒരു ഏപ്രണിനെ കുറിച്ച് നമുക്ക് പറയാം. ഇനി ഇമോഷൻ വൈസ് ആണെങ്കിലോ ജോ ക്വൈറ്റ് കമ്പാഷൻ ആൻഡ് റിസോൾവ്. മാഗി ആണെങ്കിൽ എക്സ്ഹോഷൻ വിത്ത് ഫ്രജൈൽ ട്രസ്റ്റ്. മിസസ് തോംസൺ ആണെങ്കിൽ സസ്പിഷൻ ആൻഡ് റിലക്റ്റൻസ്. ഇതാണ് അവരുടെ ഇമോഷൻസ് ആയിട്ട് വരുന്നത് അല്ലെ. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ലൈക്ക് ഇമോഷൻസ് ആണ് വരുന്നത്. ജോ ആണെങ്കിൽ വളരെ ക്വൈറ്റ് ആയിട്ടുള്ള, കമ്പാഷനേറ്റ് ആയിട്ടുള്ള. മാഗി ആണെങ്കിൽ എക്സോസ്റ്റഡ് ആയിട്ടുള്ള അല്ലെ, ഫ്രജൈൽ ആയിട്ടുള്ള. മിസസ് തോംസൺ ആണെങ്കിൽ വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, സസ്പീഷ്യസ് ആയിട്ടുള്ള. ഇനി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഫേഡിങ് ഡസ്ക് ലൈറ്റ് ഉണ്ട്, ലോങ് ഷാഡോ അക്രോസ് ദ ഫീൽഡ് ഉണ്ട്, ഒരു തിൻ വാം ഗ്ലോ അല്ലെ സ്പില്ലിംഗ് ഫ്രം ദ ഡോർവേ ഉണ്ട്. ഇതൊക്കെയാണ് സ്പെഷ്യൽ ഇഫക്ട്സ് ആയിട്ട് അവിടെ വരേണ്ടത്. ഇനി ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട് വരുന്നത് ആ വെതർ വുഡൻ ഹൗസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അത് ഓരോ ആസ്പെക്ട്സും നമ്മൾ ഫിൽ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടത് ടെക്സ്ച്വൽ ബേസ്ഡ് ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. തന്നിരിക്കുന്ന പ്രോംപ്റ്റിന്ന് നമ്മൾ ആ 7 എലമെന്റ്സും എടുത്തെഴുതുകയാണ് ചെയ്തത്. ഇനി നമ്മളൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 2 പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് പ്രോംപ്റ്റ് എഴുതണം. ഓക്കെ, ഇവിടെ ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഒരു പെൺകുട്ടി, ഷീസ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ആൻ ഓൾഡ് ലേഡി, പുവർ ലേഡി അല്ലെ. ദെൻ രണ്ടാമത്തേതായിട്ട് വി ക്യാൻ സീ a girl, okay, and she's showing that emotional bond അല്ലെ, a bonding with a dog, maybe her pet. Okay, ഇതിന് നമുക്കൊന്ന് പ്രോംപ്റ്റ് എഴുതി നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ടൈം പീരീഡ് നോക്കണം, സെറ്റിംഗ് നോക്കണം, ക്യാരക്ടേഴ്സ് അല്ലെ ആരൊക്കെയാണുള്ളത് എന്നുള്ളത് നോക്കണം, അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് നോക്കണം, ഇമോഷൻ അല്ലെ വാട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് പാസസ് ബിറ്റ്വീൻ ദം എന്നുള്ളത് നോക്കണം, സ്പെഷ്യൽ എഫക്ട്സ് എന്തെങ്കിലും വേണോ എന്നുള്ളത് നോക്കണം, ഇനി ഒബ്ജക്ട്സ് ആൻഡ് സിമ്പിൾസ് എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളതും നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇതില് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പ്രസന്റ് ഡേ അല്ലെ, കണ്ടംപററി ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. സെറ്റിംഗ് ആണെങ്കിലോ ഒരു ക്വൈറ്റ് റെസിഡൻഷ്യൽ സ്ട്രീറ്റ് ആണ് അല്ലെ. ഇവിടെ സൺലിറ്റ് സൈഡ് വാക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. ഓവർ ഹാങ്ങിങ് ട്രീസിന് താഴെയായിട്ട് ആ ഒരു സൈഡ് വാക്ക് നമുക്ക് കാണാം. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരു സ്കൂൾ ഗേൾ ഉണ്ട്, ഷീസ് ഇൻ യൂണിഫോം, ആൻഡ് എൻ എൽഡർലി ഹോംലെസ് വുമൺ അല്ലെ. അവർ രണ്ടുപേരുമാണ് ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ് അപ്പിയറൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക? സി, ഗേൾ ഈസ് വെയറിംഗ് എ വൈറ്റ് ഷർട്ട് അല്ലെ, ആൻഡ് ഗ്രേ പ്ലീറ്റഡ് സ്കേർട്ട്, ഒരു ബാക്ക് പാക്ക് ഉണ്ട് അല്ലെ, ആൻഡ് ഷീ ഈസ് ബെൻഡിങ് ഫോർവേഡ് ആൻഡ് ഷീ ഈസ് സ്മൈലിംഗ് ടു അല്ലെ. ഇനി ആ വുമന്റെ കേസ് ആണെങ്കിലോ ഷീ ഈസ് ഹാവിംഗ് ഗ്രേ ഹെയർ, വെതേർഡ് ഫേസ് അല്ലെ, ആൻഡ് ഷീ ഹാസ് വോൺ സാരി അല്ലെ, ആൻഡ് ഷീ ഈസ് സീറ്റഡ് ബൈ എ ക്ലോത്ത് ബണ്ടിൽ അല്ലെ. ഈ ഇതിനടുത്തായിട്ട് ക്ലോത്ത് ബണ്ടിൽ കാണുന്നുണ്ട് അല്ലെ. യെസ്. ഇനി ലൈക്ക് അവരുടെ ഇമോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? കമ്പാഷൻ ഉണ്ട് അല്ലെ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണാം, ആ ഒരു ജെന്റിൽ കണക്ഷൻ നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ലൈക്ക് വൈസ് സ്പെഷ്യൽ എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഒരു സോഫ്റ്റ് ഗോൾഡൻ മോർണിംഗ് ലൈറ്റ് അല്ലെ ത്രൂ ലീവ്സ് ദേ നമുക്കിവിടെ കാണാം അല്ലെ. ആ ലീവ്സിനിടയിൽ കൂടെ ഒരു സോഫ്റ്റ് മോർണിംഗ് ലൈറ്റ് വരുന്നുണ്ട് അല്ലെ. അതുപോലെ ജെന്റിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു ജെന്റിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് അവിടെ കാണാം. ഓക്കെ, ഇനി ഇതില് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ആ ഒരു ബാക്ക് പാക്ക് അല്ലെ, ആ യൂത്തിനെ കാണിക്കുന്ന ബാക്ക് പാക്ക് നമുക്ക് പറയാം. അതുപോലെ ആ ക്ലോത്ത് ബണ്ടിൽ എന്തിനെയാ കാണിക്കുന്നത്? ഹാർഡ്ഷിപ്സ് അല്ലെ, ബുദ്ധിമുട്ടുകളിനെയാണ് കാണിക്കുന്നത് അല്ലെ. ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഒരു മോഡൽ പ്രോംപ്റ്റ് ഒന്ന് നോക്കാം. A present day city street bathed in soft morning sunlight filtering through overhanging trees. A schoolgirl in a crisp white shirt and grey pleated skirt, backpack on her shoulders, bends down warmly to hold the hand of an elderly homeless woman seated on the curb beside a worn cloth bundle. A gentle feeling of compassion and connection fills the scene, the girl's smile meeting the woman's grateful gaze.
Soft golden hour light glows around him, casting a warm haze over the quiet street, while the woman's simple bundle speaks quietly of a hard life met with kindness. Okay. അപ്പൊ ഇങ്ങനെയാണ് ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് എഴുതേണ്ടത്. ഈ പറഞ്ഞ 7 കാര്യങ്ങളും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്തൊക്കെയാണ്? ടൈം പീരീഡ്, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, appearance, emotion, special effects and objects and symbols. Okay, right. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചറിന്റെ കൂടെ പ്രോംപ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് ടൈം പീരീഡ് എന്താണ് തോന്നുന്നേ? എന്താണ് ടൈം പീരീഡ്? പ്രസന്റ് ഡേ തന്നെയാണ് അല്ലെ, മോഡേൺ പീരീഡ് ആണ്. അപ്പൊ പ്രസന്റ് ഡേ ആണ്. ഇനി ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു വളരെ കോസി ആയിട്ടുള്ള സൺലിറ്റ് ലിവിംഗ് റൂം ആണ്. അറ്റ് ഹോം അല്ലെ, വീട്ടിലാണ്. വീട്ടിലെ ലിവിംഗ് റൂമിലെ സൺലിറ്റ് സൺലിറ്റ് ലിവിംഗ് റൂമാണ് അല്ലെ അതിന്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ക്യാരക്ടേഴ്സ് ഒരു യങ് ഗേള്, അതുപോലെ അവളുടെ ഗോൾഡൻ റിട്രീവറുമാണ് അല്ലെ. യെസ്. ഇനി അപ്പിയറൻസ് പറയുകയാണെങ്കിലോ, ഗേളുടെ യെല്ലോ ടീഷർട്ട് ആണ്, ലോങ് ഡാർക്ക് ഹെയർ ഉണ്ട് അല്ലെ, അവളുടെ ഐസ് ക്ലോസ്ഡ് ആണ്, ജെന്റിൽ സ്മൈൽ ഉണ്ട്. ഇനി ഡോഗിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഗോൾഡൻ ഫർ ഉണ്ട് അല്ലെ, റിലാക്സ്ഡ് ആണ് അല്ലെ, വളരെ കണ്ടന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ഇനി ഇമോഷനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഒരു ഡീപ്പ് അഫെക്ഷൻ നമുക്ക് അവിടെ കാണാം അല്ലെ, വളരെ കംഫർട്ട് ആയിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് അല്ലെ, അതുപോലെ കണ്ടന്റ്മെന്റ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ദേ ആർ ഹാവിങ് എ ഡീപ് ബോണ്ട് അല്ലെ. ഇനി സ്പെഷ്യൽ എഫക്ട്സ് ആണെങ്കിലോ, ലൈക്ക് ഒരു സോഫ്റ്റ് നാച്ചുറൽ വിൻഡോ ലൈറ്റ് അല്ലെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയോ വാം ഗോൾഡൻ ടോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതുപോലെ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ എന്നുള്ള രീതിക്ക് നമുക്ക് എന്തൊക്കെ പറയാം? ഈ പോട്ടഡ് പ്ലാന്റ് അല്ലെ പറയാം, കുഷീൻസ് നമുക്ക് പറയാം അല്ലെ. ഇതൊക്കെയാണ് ഇതിൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മോഡൽ പ്രോംപ്റ്റ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും? ഒരു വാം സൺലിറ്റ് ലിവിംഗ് റൂം where soft afternoon light spills through a nearby window. A young girl in a yellow t-shirt sits on the floor, eyes closed, resting her cheek gently against her golden retriever's head as she cradles its face in her hands. A feeling of deep affection and quiet contentment fills the scene, the dog's relaxed expression mirroring her tenderness. Golden, natural light and a softly blurred backdrop of potted plants and bookshelves add a cozy, homely atmosphere, while the closeness between girl and dog stands as a symbol of unconditional love. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എഴുതേണ്ടത് when the image is given. Okay, ഇമേജസ് തരുന്ന സമയത്ത് ഈ പറയുന്ന 7 ആസ്പെക്ട്സും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഫിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രോംപ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു നല്ല പ്രോംപ്റ്റ് എഴുതുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇപ്പം ഒരു ഷാർപ്പ് പ്രോംപ്റ്റ് കിട്ടണമെങ്കിൽ വി നീഡ് ടു യൂസ് പ്രിസൈസ് സെൻസറി വേർഡ്സ്. വെതേർഡ്, ഗോൾഡൻ, ട്രെംബ്ലിംഗ് പോലെയുള്ള പ്രിസൈസ് ആയിട്ടുള്ള സെൻസറി വേർഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ ലൈറ്റിങ്ങും മൂഡും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. സോഫ്റ്റ് ഗ്ലോ, മിസ്റ്റി മോർണിംഗ് എന്നൊക്കെ പോലെയുള്ള ലൈറ്റിങ്ങിനെ കുറിച്ചും ഏത് മൂഡാണ് അതിനെക്കുറിച്ചും ഉള്ള മെൻഷനിങ് നമുക്ക് അവിടെ വേണം. അതുപോലെ ഡിസ്ക്രൈബ് പോസ്ചർ ആൻഡ് എക്സ്പ്രഷൻ. അപ്പിയറൻസ് മാത്രം നമ്മൾ അവിടെ പറഞ്ഞാൽ പോരാ, ഈ ക്യാരക്ടേഴ്സിന്റെ പോസ്ചറും എക്സ്പ്രഷനും നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ കീപ് ക്യാരക്ടേഴ്സ് ആൻഡ് സെറ്റിംഗ് ഹിസ്റ്റോറിക്കലി കൺസിസ്റ്റന്റ്. അപ്പോൾ ക്യാരക്ടേഴ്സും സെറ്റിങ്ങും ഹിസ്റ്റോറിക്കലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിക്ക് വേണം പ്രോംപ്റ്റിൽ നമ്മൾ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. നൈസ്, ഗുഡ് പോലെയുള്ള വേഗമായിട്ടുള്ള അൺക്ലിയർ ആയിട്ടുള്ള വാക്കുകളൊക്കെ പ്രോംപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഡോണ്ട് ഓവർലോഡ് വൺ സെന്റൻസ്. ഒരു സെന്റൻസിൽ തന്നെ എല്ലാം ഒന്നിച്ച് കൊടുത്ത് ഓവർലോഡ് ചെയ്യാതിരിക്കുക. ഓരോ സീൻസും വളരെ ഗ്രാജുവൽ ആയിട്ട് ബിൽഡ് ചെയ്യുക. അപ്പൊ അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നും 7 ആസ്പെക്ട്സ് എന്നുള്ള രീതിക്ക് എടുത്തു പറയുന്നത്. അതുപോലെ ഇമോഷണൽ ടോണ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രോംപ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള വിപരീതപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതിരിക്കുക. കോൺട്രഡിക്റ്റിംഗ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട്
കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോംപ്റ്റ് എഴുതുന്ന സമയത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ഒരു AI ജനറേറ്റഡ് ഇമേജിന്റെ റിട്ടേൺ റെസിപ്പി ആണ് എന്ത് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. സോ സ്ട്രോങ് പ്രോംപ്റ്റ്സിൽ എന്തുണ്ടാവും? ടൈം ഉണ്ടാവും, സെറ്റിംഗ് ഉണ്ടാവും, ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അപ്പിയറൻസ് ഉണ്ടാവും, ഇമോഷൻ ഉണ്ടാവും, ഇഫക്ട്സ് ഉണ്ടാവും, സിമ്പിൾസും ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രോംപ്റ്റ്സ് എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് വിത്ത് റിയൽ ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് അത് സ്റ്റോറി സീൻസ് എഴുതുമ്പോഴും ആ ഒരു സ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ വെറും ചെക്ക് ലിസ്റ്റ് എന്നുള്ള രീതിക്ക് മാത്രം നമ്മൾ പ്രോംപ്റ്റ്സ് എഴുതരുത്, മറിച്ച് ഒരു ഫ്ലോയിങ് ഡിസ്ക്രിപ്ഷൻ നല്ലൊരു പ്രോംപ്റ്റിന് ആവശ്യമാണ്. ഓക്കെ, സോ പ്രാക്ടീസിങ് ദി സ്കിൽ ഷാർപ്പൻസ് ബോത്ത് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഓക്കെ, പിന്നെയുള്ള ഫ്യൂച്ചറിൽ നമുക്ക് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്കില്ലായിരിക്കും പ്രോംപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ പ്രാക്ടീസ് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, റൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രപ്പോസിഷൻ വീൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.